ഈ വ്ളോഗിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ചോദിച്ചു ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യണോ പഠിക്കാൻ പോവാണോ എന്താ ചെയ്യണത് അതെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു മാറ്റി വരുത്തിയിരിക്കുന്നു ഗൈസ്. ഇപ്പം എന്തിനു ഉണ്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. എന്ത് ക്ലാസ്സിന് എന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ ചോദിച്ചു ഇനി നെക്സ്റ്റ് പണിക്ക് പോകുന്നുണ്ടോ, പിന്നെ പഠിക്കുകയാണോ, എന്താ ഇപ്പോൾ കാട്ടണമെന്നൊക്കെ ചോദിച്ചു. ഇനി അപ്പം നെക്സ്റ്റ് എന്താ ഇപ്പോൾ കാട്ടണേ? പഠിക്കുക. എന്താ പഠിക്കണേ? DLED. അപ്പോൾ സുഹൃത്തുക്കളെ നെഷ്വ DLED എന്ന് പറഞ്ഞ കോഴ്സിന് ചേർന്നിട്ടുണ്ട് അല്ലേ. ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ്. ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ പണ്ട് TTC ആയിരുന്നു. ഇപ്പോൾ TTC മാറിയാണ്ട് പിന്നെ വന്നതാണത്. അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ നെഷ്വ നമ്മുടെ ഒരു പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ ജോലി ചെയ്യുന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ജോലി ചെയ്യോ എൻ്റെ ഇഷ്ടം. അപ്പം ഞാൻ അവളോട് ആദ്യം അന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വെച്ചാൽ ജോലിക്ക് പോകാനല്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇജ്ജ് ജോലിക്ക് പോയി ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജോലി മസ്റ്റാണ്. അത് നമ്മളൊരു ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ജോലി നിർബന്ധമാണ്. അത് ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നല്ല എനിക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് ക്വാളിഫിക്കേഷൻസ് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ. ഇതെൻ്റെ 3ാമത്തെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ സുഹൃത്തുക്കളെ നെഷ്വ ഈ ഒരു ടീച്ചിങ് ലൈഫിലേക്ക് വരാൻ ആദ്യത്തെ കാരണക്കാരി ആരാണ്? നെഷ്വൻ്റെ ഇമ്മയാണ്. കാരണം ഇമ്മ ഹിന്ദി ടീച്ചറാണോ. എനിക്ക് ഇഷ്ടമായിരുന്നു ടീച്ചിങ്. ഓക്കെ. പിന്നെ +2 കഴിഞ്ഞ് ചെറിയൊരു വ്യതിചലനം ഉണ്ടായി. നമുക്ക് കുറച്ച് അതായത് ഇജ്ജൊക്കെ +2 കഴിയണ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പിന്നെ അപ്പോൾ അന്നത്തെ കാലത്തിലൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു മെഡിക്കലിൽ പോകുന്ന ഒരു ട്രെൻഡാണ് അല്ലേ. ആരും മുമ്പത്തെ കാര്യം കേട്ടോ പറയാണ്. 5 കൊല്ലം മുമ്പത്തെ കാര്യം. അപ്പം എന്താ വെച്ചാൽ അന്ന് മെഡിക്കലാണ് ട്രെൻഡിങ് അല്ലേ. അന്ന് ഏതെങ്കിലും മെഡിക്കൽ കോഴ്സ് എടുക്കാനല്ലേ ട്രെൻഡിങ്. ഇപ്പോഴും കുറേ ട്രെൻഡ് ഉണ്ട്. പക്ഷെ എന്നാലും അന്ന് അത് ഈ വന്ന സമയമാണ് എല്ലാവരും മെഡിക്കലിന് പോകാന്നുള്ളൊരു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉറുദുവിന് പോകാൻ നിൽക്കേനി. എന്നിട്ട് അതിനാണ് മെഡിക്കൽ ഡൽഹി യൂണിവേഴ്സിറ്റി കഴിച്ചില്ലായി. അപ്പോൾ ഓള് ഇമ്മ എന്താ ചെയ്തു പറഞ്ഞ ഇമ്മ ഞങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും ഇമ്മ ഹിന്ദി ടീച്ചറാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാരെ കൊണ്ടും ഉമ്മ ആദ്യം പറയുന്ന ഒരു ആഗ്രഹമാണ് എനിക്ക് എല്ലാരെ കൊണ്ടും ഹിന്ദി ടീച്ചിങ്ങിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം എന്നുള്ളത് ഉമ്മക്ക് ആദ്യം ആഗ്രഹം. ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലൊരു സേഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നില്ല. അപ്പം എനിക്ക് എത്രാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ? ഹൈസ്കൂൾ വരെ ഹിന്ദി പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആർക്കുണ്ട്? നെഷ്വക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെഷ്വ എന്ത് തീരുമാനിച്ചത്? +2 കഴിഞ്ഞിട്ട് മെഡിക്കലിന് പോകാൻ തീരുമാനിച്ചു അല്ലേ. അങ്ങനെ മെഡിക്കലിന് പോയി. ഏതാ കോഴ്സ് എടുത്തിന് മെഡിക്കൽ? എന്നാലും നമ്മൾ പറഞ്ഞേക്കണേ റെസ്പിറേറ്ററി തെറാപ്പി എടുത്തിന്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അല്ലേ. എനിക്ക് മെസ്സേജ് അയച്ചു അതെന്താ സംഭവം. റെസ്പിറേറ്ററി തെറാപ്പി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? അതായത് എനിക്കൊന്നും ഈ റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചതിനെ പറ്റി. അപ്പം എന്താ വെച്ചാൽ വലിയ ഹോസ്പിറ്റലുകളിൽ മാത്രമേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവെ എന്താ വെച്ചാല് ചില ഹോസ്പിറ്റലുകളിൽ 20 ഒക്കെ ബെഡ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ 6 ബെഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എടുക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണ്, നല്ല സാലറിയാണ്, നല്ല സ്കോപ്പാണ്. അതായത് ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം കേട്ടോ. അല്ല വെറുതെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഓടിച്ചു തന്നാലൊന്നും ചിലപ്പോൾ സെറ്റ് ആവില്ല. അപ്പോൾ ഞാൻ അറിയുന്ന കുറേ ആൾക്കാർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, വലിയ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് നല്ല സാധ്യത ഉണ്ട് പറഞ്ഞു. പുറത്ത് പോയാൽ എക്സ്ട്രാ ഒരു കോഴ്സ് എന്തോ ചെയ്താല്, എക്സ്ട്രാ ജസ്റ്റ് എന്തോ ഒരു ഡിപ്ലോമ എന്തോ ഒരു ചെറിയ കുഞ്ഞു കോഴ്സ് എന്തോ ചെയ്താല് ഈ ആർട്ടിന്റെ മെയിൻ ആവുകയൊക്കെ ചെയ്യട്ടെ. നമുക്ക് മെയിൻ സ്റ്റാഫ് ആവുക, മാസ്റ്റർ ആവുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഏത് കോഴ്സാന്നില്ല കേട്ടോ. ഏത് കോഴ്സാണെങ്കിലും നമ്മളെ ഒരു പെർഫോമൻസും നമ്മളൊരു കഴിവും, അതായത് ആ ഫീൽഡിൽ നമ്മളെ കാട്ടണത്. ഇപ്പോൾ ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ഡോക്ടർമാരും ഇതേപോലെ നല്ല പേരെടുത്തിക്കണം ഇല്ല. അതെന്താ വെച്ചാൽ ചില ഡോക്ടർമാർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നാക്ക് ഉണ്ടാവും. ഇപ്പോൾ റെസ്പിറേറ്ററി തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ വലിയ ജോലി കിട്ടിയാൽ വലിയ ശമ്പളം കിട്ടുമൊന്നുമില്ല. ആ മേഖലയിൽ കഴിവ് കളിക്കണം. അപ്പോൾ എനിക്ക് ഡിമാൻഡ് ഉണ്ടാവും. അങ്ങനെയാണ് ഏത് മേഖലയിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഓക്കെ എന്താ വെച്ചാൽ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതാ പറഞ്ഞത്, ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. കാരണം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ഗ്യാപ്പ് എടുക്കാന്ന് വിചാരിച്ചതാണ്. കാരണം 4-5 കൊല്ലം പഠിച്ച്
എനിക്ക് ഒന്ന് നാട്ടിലൊക്കെ നിന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം തോന്നി. അതെ, നമ്മളെ കൂടെ നിൽക്കണം എന്നൊരു ആഗ്രഹം. കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് ജോലിക്കൊക്കെ പോണില്ല, ഹസ്ബൻഡിന്റെ കൂടെ കുറച്ച് കാലൊക്കെ നിന്ന് അല്ലേ. അപ്പൊ ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ എന്ത് തീരുമാനിച്ചിരിക്കണത്? ഒന്ന് DLED പോവാന്നുള്ളത് തീരുമാനിച്ചിരിക്കണത്. അൽഹംദുലില്ലാ ഇപ്പൊ അങ്ങനെ വലിയ എമർജൻസി സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നെ DLED എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് LP UP വരെ ഉള്ള ക്വാളിഫിക്കേഷൻ. DLED എന്ന് പറയുമ്പോ ബാസിൽക്ക് എന്നോട് ആദ്യം പറഞ്ഞിന് നല്ല റിസ്ക് ഉള്ളതാണെന്ന് പറഞ്ഞിന്. കാരണം നല്ല ഹെവി വർക്കും കാര്യങ്ങളും. അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അതിൻ്റെതായ അച്ചടക്കം, ചിട്ട കാര്യങ്ങൾ ഇതിനൊക്കെ ഈ കോഴ്സിന് ഉണ്ടാവും. നമ്മള് ഒരു കോളേജ് ലൈഫ് പ്രതീക്ഷിക്കാണ്ട് ഒരിക്കലും ഇതിന് പോകാൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ ആ ഒരു കോഴ്സിൻ്റെതായ ചിട്ടകളും സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. എന്നോട് പറഞ്ഞു അങ്ങനെ ഉൾക്കൊള്ളാം. എന്റെ ഇഷ്ടത്തിന് ഒരു 1 വീക്ക് ഒന്ന് പോയി നോക്ക്, പറ്റൂല എന്നുണ്ടെങ്കിൽ നിർത്തിക്കോന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ഇതാണല്ലോ. പക്ഷെ പോയി കഴിഞ്ഞപ്പോ പിന്നെക്കാളും താല്പര്യം ഓക്കാണ്. അതായത് ഓക്ക് ഭയങ്കര ലൈക്കായി. കോളേജ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതുവരെ എനിക്ക് ഫീൽ ആവാത്ത എന്തോ ഒരു ഹോം ഫീൽ ആവട്ടെ. പിന്നെ വർക്കൊക്കെ സെറ്റായി വർക്കൊക്കെ നല്ല കുറച്ച് കമ്പനിക്കാരെ കിട്ടിയിരിക്കണേ. കമ്പനിയാണ്, പിന്നെ ടീച്ചേഴ്സും ഉഷാറാണ്. എന്താ അറിയില്ല, ഇതുവരെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഒരു അത്ര അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല ഒരു സ്ഥാപനത്തിനോട്. പക്ഷെ ഇവിടെ പോയപ്പോ അല്ല, ഇപ്പോഴും എനിക്ക് ഉറക്കമൊക്കെ കുറവ് തന്നെയാണ്. പക്ഷെ എനിക്ക് പോകുന്നത് ഇഷ്ടമാണ്. എനിക്ക് എനിക്ക് ചാർട്ട് വർക്ക്, A4 വർക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, രാത്രി ഒരു 12 മണി വരെയൊക്കെ ബോസ് ഇരുന്നാണ്ട് എഴുതുകയാണ്. രാവിലെ 5 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കും, പിന്നെ എഴുതണം. അങ്ങനെ ഫുൾ ലൈറ്റ് പരിപാടി കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേക്കുക. ഞാൻ അത്ര സ്ട്രെസ് എടുക്കാത്ത ആളാണ്. എക്സാമിന്റെ ടൈമില് അപ്പോഴും ഇപ്പോഴും അല്ലാതെ ഞാൻ അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ആളെ അല്ല. പക്ഷെ ഇതിൽ ഞാൻ വെറുതെ ഭയങ്കരമായിട്ട് ടൈം. അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ അല്ലേ. ക്ലാസ് എനിക്കെന്റെ കോളേജില് എന്താ പറയാ പറയുമ്പോഴേ ഞാൻ ഒറ്റക്കല്ലേ കോളേജിൽ പോകണം. എനിക്ക് അതിനൊന്നും കോൺഫിഡൻസ് ഇല്ലാത്ത ആളല്ലേ. അതൊക്കെ മാറി അല്ലേ. അതായത് ഈ ടീച്ചിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. എന്നാൽ താല്പര്യമില്ലാത്ത ആളുകൾ ആ വൈക്ക് പോവുകയും ചെയ്യരുത് കേട്ടോ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മൈക്ക് എനിക്ക് തന്നിരിക്കുന്നു, പറയും. ഞാനല്ല മറന്നില്ലേ, ഞാൻ പറയട്ടെ. എന്താ പറയാ, ടീച്ചിങ് ഒന്നാമത്തെ ക്വാളിറ്റി എന്താ പറയാ, ഇതുവരെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലോണം കൂടും. ഞാൻ നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, നല്ല സ്റ്റേജ് ഫിയർ. ഇപ്പൊ ഇല്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറഞ്ഞേ. ഇപ്പൊ എന്നോടൊരു കാര്യം എണീറ്റ് നിന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുക അല്ലെങ്കിൽ എടുക്കുക പറഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ല, ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട്. ഞാൻ അറിയാതെ ഞാൻ വർക്കൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഒരു ഉൾപ്പില്ലാതെ പറയാന് അപ്പൊ അത് എനിക്ക് ഈ കോഴ്സ് കൊണ്ട് കിട്ടിയൊരു ഇതാണ്. പിന്നെ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം. എനിക്ക് ചാറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോഴും ക്ലാസ്സിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും എന്തോ ഒരു രസം. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? പിന്നെ ഉണ്ടല്ലോ, അന്ന് ശാസ്ത്രമേളക്ക് പോയില്ലേ, അപ്പൊ അന്ന് ഡ്യൂട്ടി ഏതൊക്കെ ഇതിൽ കമന്റ് പറഞ്ഞു, ഏതൊക്കെ താത്താരൊക്കെ അന്നെ ഞാൻ ചെറുടെ സ്കൂളില് ശാസ്ത്രമേളന്റെ ഡ്യൂട്ടിക്ക് വന്നിന്. അപ്പൊ അവിടുന്ന് ആ ചെറിയ മക്കളെല്ലാരും സ്നേഹം ഉണ്ടല്ലോ, ടീച്ചറെ ഫോണൊന്നും തരുമോ, ടീച്ചറിന്റെ ടീച്ചർക്കൊന്ന് വിളിച്ചു തരുമോ. എന്നിട്ട് അതില് നമ്മളിങ്ങനെ കുട്ടികളെ നല്ല ഇതിൽ കെയർ ചെയ്യല്ലേ. അതിലുണ്ട് ലാസ്റ്റിൽ ഇവരെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് എൻ്റെ വക ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട പറഞ്ഞില്ല, ഇത് ടീച്ചർ തിന്നി, ടീച്ചർ ഞങ്ങളെ നല്ലോണം നോക്കിയില്ലേ, അപ്പൊ ടീച്ചർക്ക് ഉള്ളതാന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് ഒക്കെ തരിക. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നല്ല ഇഷ്ടപ്പെട്ട്. എന്താ അന്നാണ് ശരിക്കും ഇതിന്റെ ഒരു രസം മനസ്സിലായത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ആളുകൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട കോഴ്സും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരിക്കലും ആ വൈക്ക് പോകേണ്ടാത്തൊരു കോഴ്സാണ്. ഈ LP കുട്ടികളെ എന്ന് പറയുമ്പോൾ ശരിക്കും LP UP ഓലെ അടുക്കിയിരുത്താനൊക്കെ നല്ല പ്രയാസമാണ്. പക്ഷെ രസമാണ്. നമ്മൾ ഓരോരുത്തർ നല്ല സ്നേഹത്തില് ആ ഒരു ഫീല് നമ്മളെ കുട്ടികളാന്നുള്ള ഫീല് നിന്നാൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെ കുട്ടികളെ ക്ലാസ്സിൽ ഇതാക്കില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്കറിയാം, അല്ലെങ്കിൽ ഇരുന്ന കുട്ടികൾക്കറിയാം, ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ ആവില്ല, ഒരിക്കലും ആവില്ല. അവിടെ നമ്മൾ ആ രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോകുക. എന്നാൽ ക്ലാസ് ബെല്ലടിച്ച് ആ സ്റ്റെപ്പിൻ്റെ ആ വാതിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓലെ ഫ്രണ്ടാണ്.
അല്ല ഫ്രണ്ട് അല്ലെങ്കിലും ഫ്രണ്ട് തന്നെയാണ്. പക്ഷെ ക്ലാസ്സിൽ ഞാൻ ഓലോട് ഇങ്ങനെ പറയുന്നോണ്ടേ ഞാൻ നല്ല പോസിറ്റീവിൽ ഇങ്ങനെ നിൽക്കല്ലേ. നല്ലൊരു ചെക്കനാട്ടാ, ഭയങ്കര ആറ്റിറ്റ്യൂഡ്, കുഞ്ഞു ചെക്കനാ, ഒരു 3 4 എത്തിയിട്ടാണ് ചെക്കൻ അങ്ങോട്ട് വന്ന് പാൻ്റൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾ ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, എല്ലാം ഒരേമാതിരിക്കാവില്ല, തല തിരിഞ്ഞ ഒന്നെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ ഇവന് വന്ന് ഇപ്പൊ പാൻ്റൊക്കെ ഇങ്ങനെ മടക്കിച്ച് ഇവന്റെ പാൻറ് നിറച്ച് ചളിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ മറ്റേത് ഏതോ ഒരു ക്ലേ വർക്ക് ചെയ്ത് വരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിലിവിടെ ഫുള്ള് കുട്ടികളെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോയിക്കണേ. അപ്പോൾ അത് കേട് വരുത്തരുതല്ലോ വേറെ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ട് തൊട്ടും തലോടെയൊക്കെ നോക്കി ഈ കുട്ടികൾ ഉണ്ടാക്കി വെച്ച മരത്തിൻ്റെ കുറച്ച് വർക്ക്, വുഡൻ വർക്ക്സ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ടച്ച് ചെയ്യരുത്, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കിന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും പോയി. അതിൽ ഈ ചെക്കന് ഞാൻ എന്താ തൊട്ടാൽ ടൈം ഫുള്ള് വന്നിട്ട് പിന്നെ ഇതിമ്പോൾ തൊടാൻ പാടില്ല പോണൈമ എല്ലാത്തുമ്മലും തൊട്ട്. അപ്പോൾ ഇതിൽ കൂടെ പോകാൻ പാടില്ല പോണതിൽ നേരെ പോയി. ഞാൻ എന്നോട് ചേച്ചി തീരെ പറഞ്ഞാൽ കേൾക്കൂലല്ലേ, ഞാൻ ശരിയാക്കി തരാറപ്പോ ചിരിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ ഉണ്ടാവട്ടെ ചിരി വന്നിട്ട് ചിരിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ കുറെ കോമഡി എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടും. നല്ല രസമാണ്. വൈകുന്നേരം അറിയില്ല, ഓന്റെ ഫേസ് ചെയ്യാൻ മറക്കൂല. നല്ല ഓർമ്മയുണ്ട് ഓരോ പരാതികൾ കാര്യങ്ങൾ. അതായത് വൈകുന്നേരമാണ് നമ്മൾ എന്താ ചെയ്യൂല, അറിയൂല. ആ സമയത്ത് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്തായാലും എടുക്കുക, അല്ലാത്ത ആളുകൾ ഒരിക്കലും എടുക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഒരു ഭാവി തലമുറ നമ്മളെ കയ്യിൽ വരികയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാതെ വേറെ ഉള്ള നിർബന്ധത്തിനും കാര്യങ്ങൾക്ക് ഒന്നും ഈ കോഴ്സിന് പോയി പണിക്ക് പോകരുത്. ഞാനൊരു അധ്യാപികയായി എങ്ങനെ ഉണ്ടാവും, ഫുൾ സപ്പോർട്ട്. അത് തന്നെ അനക്ക് ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണോ എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻസ് എൻ്റെ കയ്യിലുണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അത് ഏതാന്നില്ല എനിക്ക് ഭാവിയിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. എന്താ വെച്ചാൽ ഞാൻ നാള് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ അവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെ എന്താ ജീവിക്കണ്ടേ. അപ്പോൾ അതിന് 2-3 ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ടാവണം. എന്താണ് നല്ലതാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതേപോലെ എൻ്റെ ജോലിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ തന്നെ എനിക്ക് ഉണ്ടാവണം. എന്താണ് എനിക്ക് നല്ലതാണ്. ഞാൻ ചെയ്യുന്ന ജോലിൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ കയ്യിലുണ്ടാവണം, നല്ലതാണ്. മനസ്സിലായോ? ഞാൻ നാളെ ആ വ്ളോഗിൽ പറഞ്ഞ പോലെ അതൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ. അതായത് ആ ജോലി നമുക്ക് ഗവൺമെന്റ് സർവൻസിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ക്വാളിഫിക്കേഷൻ നമ്മളെ മക്കൾക്കോ ഭാര്യമാർക്കോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് സർവീസിൽ ഇരിക്കാൻ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കുട്ടികളും ഭാര്യയാണെങ്കിലും പട്ടിണി ഉണ്ടാവില്ല, ഒരു ജീവിച്ചു പോയിക്കോളും, അത്ര. അതുകൊണ്ട് പൈസക്കാരനൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യണ ഒരു ഗവൺമെൻറ് സർവീസ് ഏതായിക്കോട്ടെ, അതായത് വലിയ പൊസിഷൻ തരാൻ പറയണേ, അല്ലാത്ത ഗവൺമെൻറ് സർവീസുകളിലൊക്കെ കുടുംബം കഴിഞ്ഞ് പോകും, അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര നിങ്ങൾ അതുകൊണ്ട് കോടീശ്വരനാവുന്നൊന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ നിന്നിങ്ങനെ അല്ലേ, നാട്ടിലൊക്കെ നിന്നിങ്ങനെ ജീവിച്ചിങ്ങനെ പോകാമെന്നുള്ളൊരു സാധനമാണ് അതിലുണ്ടാവുക. അപ്പോൾ അതാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നെശ്വൻ്റെ കുറച്ച് കലാവിരുദ്ധകളുണ്ട് സുഹൃത്തുക്കളെ. അതായത് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര 2 ആഴ്ച 3 ആഴ്ച ഏകദേശം ഒരു മാസം അല്ലേ, 3 ആഴ്ചയൊക്കെ ഒരു മാസം ഒന്നും ആയിട്ടുണ്ടാവില്ല, കുറേ ലീവൊക്കെ വന്നിക്കണല്ലോ. ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഈ 3 ആഴ്ചൻ്റെ ഉള്ളിൽ ഒരു ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ആയിട്ടില്ല. അതിനെ പറഞ്ഞത് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കിട്ടോ സുഹൃത്തുക്കളെ. ഈ മേശമ്മ കാണുന്ന ഈ സംഭവങ്ങളാണ് ഓളെ ഈ ഒരു മാസത്തെ എഴുത്തും പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു മാസം? ലൈക്ക് ചെയ്തോ? എപ്പോഴും ഉണ്ടാകണത് ചെയ്ത വർക്കുകളും പരിപാടിയും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ എന്നെ കൊണ്ട് പുതിയ ബാഗൊക്കെ വാങ്ങിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച പോയിങ്ങാണ്ട് ബാഗ് എന്തൊക്കെയാണ് വാങ്ങിയത്? ബാഗ്, പിന്നെ ചോറ്റും പാത്രമൊക്കെ ഒരു ചെമ്പട്ടിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. വലിയൊരു ചെമ്പട്ടി വാങ്ങിക്കണേ. ഒന്നിന് തിന്നാനാണ് സ്കൂൾ പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സമയമാണ് 12:50 മുതൽ 1:30 വരെ ഫുഡിന് സമയം. പിന്നെ ഒരു വെള്ളക്കുപ്പി വാങ്ങിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പോയി വാങ്ങിയതോടെ. ഇനി വർക്ക് കാണിച്ചു കൊടുക്ക്. ഇതൊക്കെ കാണണ്ടേ? ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പരിപാടി, മനസ്സിലാവട്ടെ. വലിച്ചണി ഇതിന്റെ ചാർട്ട് വർക്ക് ഇനിയുണ്ട്, ഒരു ചാർട്ട് ക്ലാസ്സിലുണ്ട്. ഇതാണ് ചാർട്ട് വർക്ക് കേട്ടോ. ഇത് എന്ന് ചെയ്തതാ? കുറേ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. LP കുട്ടിയൊക്കെ സിമ്പിളായിട്ട് ചിത്രങ്ങളിലൂടെ. ഈ ചിത്രം ഇങ്ങനെ കാണുമ്പോ ഓലിങ്ങനെ പറയല്ലേ, ഇത് പെൺകുട്ടിയാണ്, ഇത് ആൺകുട്ടിയാണ്, ഇത് സ്കൂളാണ്. അപ്പൊ ആ ഒരു ചെറിയൊരു കാര്യത്തിലൂടെ ഓൽക്ക് നൗണ് എന്ന് പറയുമ്പോ പേഴ്സണ്, തിങ്, അനിമല് അങ്ങനെ എന്തെങ്കിലും പറയണോ. ഈ ചിത്രം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ, ഇത് തിങ്ങാണ്, ഈ പെൻസിൽ തിങ്ങാണ് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടി ആണ് ചിത്രത്തോട് കൂടി എന്ത് ചെയ്യണത്. അങ്ങനെ ഓരോന്ന് വേറെ ആക്കിയിരിക്കണല്ലേ, അനിമല്, തിങ് അല്ലേ, പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ഇനി വേറെ എന്ത് ചെയ്ത്?
വേറെ കൊറേ കഥയും കവിതയൊക്കെ ഉണ്ട്. അതൊക്കെ സബ്മിറ്റ് ചെയ്തു. മാസിക ഉണ്ടാക്കി സ്വന്തമായിട്ട് അല്ല കവിത ഒക്കെ ഉണ്ടാക്കിയോ? ഓരോരുത്തരെ എഴുതി കൊണ്ടുവരും. എന്നിട്ട് നമ്മള് കവിത സ്വന്തമായിട്ട് ഉണ്ടാക്കിയോ? കവിത ഉണ്ടാക്കി, കഥ ഉണ്ടാക്കി, പിന്നെ ഗാന്ധിജിന്റെ പതിപ്പൊക്കെ ഉണ്ടാക്കി. മിനിസോ ഇതിന്റെ സെമിനാർ തുറക്കല്ലേ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് രസമല്ല. എനിക്ക് എന്റെ കാട്ടി കൊടുക്കാനല്ലേ. ഇത് റഫില് പറഞ്ഞതേനു, ഞാൻ പിന്നെ ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ വേറൊരു സാധനം സെമിനാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിത്രമൊക്കെ വരച്ച് സെറ്റപ്പ് ആക്കിക്കണല്ലോ. ഇതെങ്ങനെ ഇറക്കണ? നോക്കി ഇറക്കണോ അതോ അച്ചടിക്കണോ? നോക്കി ഇറക്കാൻ വയ്ക്കും കുറച്ച്. ഇതെങ്ങനെ അടിച്ചാ? നോക്കി അടിച്ച സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എഴുതി വൃത്തിയിൽ കളറിൽ ബോർഡറൊക്കെ വരച്ച് ചിത്രമൊക്കെ ഒട്ടിച്ച് ഇതൊക്കെ ഈ ഒരു മാസത്തെ വർക്കാണ് കാണുന്നത്. എനിക്ക് ഈ പ്രോസസ്സാണ് ഇഷ്ടം. ഏത് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യണതോ? എൻ്റെ ESന്റെ നോട്ട്. ഇതിലൊന്നും എഴുതിയില്ലേ? ഉണ്ട്. അല്ല, നമ്മളിപ്പോ ഈ DLEDന്റെ കുട്ടികൾക്ക് കണ്ടമാനം വർക്ക് ഉണ്ടാവുമല്ലോ, ചാർട്ടിലും അങ്ങനെ A4ലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് വർക്കാണല്ലോ. അപ്പൊ പേപ്പറിന്റെ അമിത ഉപയോഗമാണല്ലോ ഒന്നാമത്, A4ന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ പോരാത്തിന് ഈ ഫസ്റ്റ് സെമ്മില് നടന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരെ 4th സെമ്മിലും കാര്യങ്ങളൊക്കെ അല്ലേ കമ്മീഷൻ വരുമ്പോ. അപ്പൊ നമ്മളതിന് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഇല്ലേ. അപ്പൊ ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്ക്സ് നോട്ട്സ് വാങ്ങുമ്പോൾ A4 സൈസ് നോട്ട്സ് ആണ് പറയണത്. അതിന് ഫ്രണ്ടിൽ നമ്മൾ നോട്ടും ബാക്കിൽ ഇങ്ങനെ സെമിനാർ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറയും. പിന്നെ ഉണ്ട് A4ൽ വർക്ക് തരും, അത് A4ലും ചെയ്യാം, സെപ്പറേറ്റ് പറയും. 10 സബ്ജക്ട്സ് ഉണ്ട്. അതിലിന്റെ ആർട്ടിന്റെയും വർക്കിന്റെയും നോട്ട് ഉണ്ടാവും. അതിലുണ്ടാവും വർക്ക് ഇതില്ലേ വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്തൊക്കെയാണിത്? അതിന്റെ നടുവിലൊരു ഇതൊക്കെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് വരക്കുന്ന മൃഗങ്ങളാണ്. ബി കൊണ്ട് പാണ്ട, ഡി കൊണ്ട് ബി. ഇതിനാണ് ഇതിനെ കൊണ്ട് കളർ പേപ്പർ കൊണ്ടിരിപ്പിച്ചത്. അതിന്റെ നടുവിലൊന്നുണ്ട്. അതിന് നിങ്ങൾ മറിച്ചിട്ടതാണ് ഒട്ടിയതേ കാര്യമാണ്. ഈ ഫ്ലവർ ഉണ്ടാക്കി. ഇനി ആർട്ടിന്റെ ബുക്ക് ഉണ്ടാവും. ആർട്ടിൽ എന്തല്ലേ എന്തൊക്കെയല്ലേ എടുത്താ? ആർട്ട് എഡ്യൂക്കേഷൻ ഒക്കെ കളർഫുൾ ആ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് കളർഫുൾ ആക്കി. ആർട്ട് എഡ്യൂക്കേഷൻ പൊതിഞ്ഞ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിറകൂടെ ആവുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഇപ്പോഴൊരു ഇതെന്താ വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞ് വെക്കാൻ പറഞ്ഞ വർക്കൊക്കെ ഒരു 2 ദിവസം മുമ്പ് വെക്കണം. എന്തിനാണ് അതിന്റെ ആവശ്യം? ആ പറഞ്ഞ ഡേറ്റിൽ വെച്ചാൽ പോലെ. എനിക്ക് ടെൻഷൻ. എന്ത് ടെൻഷൻ? അതിനല്ല ഒരു ഡേറ്റ് ടെൻഷനാണ്. ഇതെന്ത് മാർജിന്റെ ഉള്ളിൽ കൂടെ ചിത്രമൊക്കെ വെച്ചിരിക്കണ ഇതൊക്കെ? ഇതിനൊക്കെ മാർക്കുണ്ടോ? ആർട്ട് ബുക്ക് കളർഫുൾ ആവണം. നോക്കി ഇവിടെ ഈ ബോർഡർ ഒക്കെ തന്നെ മനസ്സിന് സമയം കിട്ടില്ല. ചിത്രമൊക്കെ വരച്ച് ഇത് എല്ലാ പേജും ഇങ്ങനെ വരക്കും ചിഞ്ഞി. സമ്മതിച്ചിട്ട് മക്കളെ വെറുതെ വെച്ച് 1 മണിയും 2 മണി വരെയൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. ഇതൊന്നും ഫിനിഷ് ആയിട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനാണ്. അതല്ല കൈശ്വരാണല്ലോ. എന്താ വെച്ചാൽ കൈശ്വരല്ലാണ്. നല്ല ചിത്രം നല്ല രസമുണ്ട് കേട്ടോ. സംഭവം രസമൊക്കെ ഉണ്ട്. ഇതിന് രസമൊക്കെ ഉണ്ടാവും. രസമില്ലാത്ത കേടൊന്നും ഉണ്ടാവില്ല. പക്ഷെ സമയം കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. ചെയ്യല് നിർബന്ധമാണേ. എല്ലാവരും ചെയ്യുന്നുണ്ടോ? എന്താ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ എന്താ പറയല്ലേ? നല്ലതാ. എത്ര ഫ്രണ്ട്സിനെ കിട്ടി? എന്റെ ഫ്രണ്ട്സ് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ക്ലാസ്സിൽ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. പിന്നെ എനിക്ക് ഞാൻ കഥ കേട്ട് കുടുങ്ങിയിരിക്കണ സത്യം പറഞ്ഞാല്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നടക്കുന്ന ഓരോ സംഭവം നുള്ളി പൊറുക്കി ഈ 8ന്റെ അടിയിൽ കൂടെ നമ്മൾ കേൾക്കും വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കഥകള് അല്ല കഥ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. കഥ കേൾക്കേണ്ട മുടക്കല്ലേ ഉള്ളൂ. സാറായിട്ട് പഠിച്ചാൽ മതി. പഠിക്കേ ഒരു ഇൻട്രസ്റ്റില് പോവാണ്. പഠിക്കൊന്നുമില്ല, പഠിക്കാൻ പറ്റില്ല.
ഇങ്ങനെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കണ നല്ല. പിന്നെ യശുവിൻ്റെ ടീച്ചർമാർ ഇത് കേൾക്കണമെങ്കിൽ അവള് പറഞ്ഞ എല്ലാവരും കേൾക്കുക, പഠിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയല്ലേ. അത് ഇംഗ്ലീഷിന്റെ മിസ്സിന് നാളെ മുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ട് മിസ്സേ സിസ്റ്റമാറ്റിക് ആണ്. എങ്ങനെ അറിയോ, ഇന്നിപ്പോ ക്ലാസ് എടുത്ത് പോയി നോട്ട് എഴുതിക്കാണ്ട് EVS മിസ് ക്വസ്റ്റ്യൻ ചോദിക്കണു. അല്ല എന്താണ് കിട്ടിയില്ലേ. അപ്പൊ റെഗുലർ ആയിട്ട് പഠിച്ചു കൊണ്ട് എടുക്കണ കാര്യങ്ങള് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് നല്ലത്. പിന്നെന്താ വെച്ചാൽ ഈ DLED എടുക്കുന്ന ആൾക്കാരോടും എടുത്ത അന്നോടും എനിക്ക് പറയുന്നത് എന്താ വെച്ചാൽ ടെറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, പാസ്സാവാൻ നോക്കുക. സെക്കൻഡ് ഇയർ മുതൽ ടെറ്റ് ചെയ്യുക. ജോബിന് പോണവർക്കാണ് ടെറ്റ് വേണ്ടത്. അത് ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വരെ ടെറ്റ് നിർബന്ധമാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് ടെറ്റ് എഴുതിയ വാലിഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ടെറ്റ് കിട്ടാനുള്ള പണികൾ ചെയ്തു തുടങ്ങാം അല്ലേ. കോഴ്സ് എടുത്ത എല്ലാ മാർക്കർ ബോക്സ് ഒക്കെ ഉണ്ട്. ഒക്കെ നാളിനെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ്. ഫുൾ സംഭവങ്ങൾ ഫുൾ പാക്കേജ് കിറ്റ് വാങ്ങിക്കൊടുത്തിക്കണേ. അതായത് ഒക്കെ കുറേ വാങ്ങിക്കൊടുത്തിക്കണം. എന്താ വെച്ചാൽ ഇങ്ങനെ എന്നും പോയി ഞാൻ വാങ്ങിക്കൊടുക്കണ്ടേ. അതിന് വേണ്ടി എന്ത് ചെയ്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ കളറുകൾ ഇതൊക്കെ കുറേ വാങ്ങിക്കൊടുത്തിക്കണേ. എല്ലോ അല്ലേ. ഇതിലും കളറുകളാണ്. ഓക്കെ ഓക്കെ. വേറെ കൊച്ചും കൂടി ഉണ്ട്. 2 കൊച്ചു നിറച്ച കളറുണ്ട്. ഇത് പൊട്ടിച്ച കളറ്. ഇത് പൊട്ടി. അതായത് ഒരു TTCക്ക് അല്ലെങ്കിൽ ഒരു DLED ഒരു കുട്ടി ചേരുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു പിന്നെ 1, 2, 3, 4 പഠിക്കണ ഒരു 10 കുട്ടികൾ ഉണ്ടാവണതിൻ്റെ സാധന ഐറ്റംസ് നമ്മളെ വീട്ടിൽ ഉണ്ടാവണം. കാരണം അത് അതിമാത്ര വർക്കുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാനും ഇതാക്കാനൊക്കെ ഉണ്ടാവും. ഫുള്ള് കളേഴ്സാണ്. കളേഴ്സ് കൊണ്ട് ഒരു ഏറും കളിയാണ്. അതായത് ഹെഡിങ് എഴുതുമ്പോൾ കളേഴ്സ്, മെയിൻ പോയിന്റ് എഴുതുമ്പോൾ കളേഴ്സ്, മാർജിൻ കളേഴ്സ്, പിന്നെ ആർട്ട് മാർക്കൊക്കെ കണ്ടില്ലേ. രസമുണ്ട് സംബന്ധിച്ച കാണാൻ രസമുണ്ട്. പക്ഷെ അതിൻ്റെ ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യണത്. എനിക്ക് അത് ചെയ്യണേൽ ഞാൻ എന്തോ ഒരു എനർജി കാണുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ചെയ്യുമ്പോൾ. ടൈം ഒന്നും കൂടി ഒരു 24 മണിക്കൂർ, ഒരു 32 മണിക്കൂറായ ഒരു സുഖമായിരുന്നു. നമുക്ക് പരിഗണിക്കാൻ പറയാം. ഒന്നാമത് എന്താ പറയുക, എനിക്ക് ഒരു ദിവസത്തിന്റെ ഉറക്ക് പോയി, 2ാമത്തെ ദിവസത്തിന്റെ ഉറക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഗതികേടാണ്. ഫിസിക്കലി മെന്റലി നല്ല വീക്കാവും. ചിലവരുണ്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരു ദിവസം 2 ദിവസം ഓക്കെയാ, 3ാമത്തെ ദിവസം എനിക്ക് പിരാന്താവാൻ തുടങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ ഉറക്ക് ക്ലിയർ ആക്കണം. പിന്നെ എന്താ വെച്ചാൽ അനക്കെന്നെ ഇപ്പോൾ ഈ ഒരു കോഴ്സിന് പോയി തുടങ്ങിയ ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, സംസാരിക്കൽ തുടങ്ങി. അങ്ങനെയൊക്കെ എനിക്ക് ഒരു ഇതുണ്ടായിന്, എനിക്ക് സംസാരക്കുറവുണ്ടായിന്. അപ്പോൾ ആവശ്യത്തിന് സംസാരിക്കൽ തുടങ്ങി. അങ്ങനെ വേണം, സംസാരിക്കണം. നമുക്ക് നമ്മളതായ സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ സംസാരിക്കണം. പിന്നെ നേരിട്ട് കാണുന്നവരൊക്കെ പറയും, ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ ഇൻട്രോവേർട്ടാണ് വിചാരിച്ച നിങ്ങൾ എക്സ്ട്രോവേർട്ടാണല്ലോ പറയും. ബേസിക്കലി ഞാൻ എക്സ്ട്രോവേർട്ടാണ് പരിചയപ്പെട്ടാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയാണ് DLEDന്റെ വിശേഷങ്ങൾ പറയാനുള്ളത് അല്ലേ. അപ്പോൾ പുതിയ കോഴ്സിനൊക്കെ പോയി തുടങ്ങിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്നത്. ഇപ്പോൾ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാണ്ട് ഒരു കുട്ടിയുണ്ട് നമ്മളെ ക്ലാസ്സിൽ. അപ്പോൾ ഓളിൻ്റെ സംസാരിച്ചിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ ഇന്നലെ ലൈബ്രറിന്റെ ക്ലാസ്സിൽ അവളിനോട് ആദ്യമായിട്ട് സംസാരിച്ചേ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്ക് താല്പര്യം ഇല്ലാതെ വന്നതാണ്. അങ്ങനെയല്ല, ഇനി ട്രാക്ക് കയറേണ്ടി വരും. ഓക്കെ ഓക്കെ. പിന്നെ കുറേ ഏജ് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ, ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും. ഒക്കെ ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് DLEDന്റെ വിശേഷങ്ങൾ. ഇത്രയാണ് പറയാനുള്ളത് അല്ലേ. ബേസിക്കലി നല്ല രസമാണ്. എടുത്തോളി. താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ഏതെങ്കിലും കോളേജിൽ പോയി ഇങ്ങനെ അഡ്മിഷൻ എടുത്തുകൊണ്ട് പഠിച്ചോളി കേട്ടോ. അതായത് DLED കഴിഞ്ഞ് ഒരു പിന്നെ ടെറ്റ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ഡെയിലി വേജ് സൈറ്റിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെയിലി വേജിൻ്റെ ഒക്കെ പൈസ കൂട്ടിക്കണം. ഇപ്പോൾ ഒരു ദിവസം എത്ര 1000 സംതിങ് ഒക്കെ ഉണ്ട്. LP തന്നെ കേട്ടോ. UP അതിനെക്കാളും കുറച്ചുകൂടി LP UP വരെ സ്കെയിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇതുണ്ട് നിങ്ങൾക്ക്. അത് ഒരു ദിവസം ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടും ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്താൽ വരെ. ലേഡീസിനൊക്കെ ഏറ്റവും ബെറ്ററാണ്. കാരണം 10 to 4 വർക്ക് അവർ വരുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ചെയ്തു. നമ്മളെ കുറേ ആൾക്കാർ ചോദിച്ചതാണ് DLEDന് ചേർന്നിക്കണോ പോലെ തുടങ്ങിയൊക്കെ ചോദിച്ചിനി. അപ്പോൾ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ വേറെ വ്ളോഗായിട്ട് വീണ്ടും വരേണ്ടത്. നമ്മൾ ചെറിയൊരു വ്ളോഗ് കഴിഞ്ഞ് നമ്മൾ നല്ല വ്ളോഗുകളൊക്കെ ഇട്ട് നമ്മൾ പിന്നെ വരണ്ട്.